സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. കോൺഗ്രസിന്റെ യുവ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ലൈംഗിക പീഡന ആരോപണം ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആരോപണം മാത്രമാണ്. ഇപ്പോഴും ആരുടെയും പരാതിയില്ല, പരാതിക്കാരിയില്ല. ഈ വിഷയത്തിൽ നിയമപരമായി സുരക്ഷിതനെങ്കിലും ധാർമ്മികമായി ഈ യുവ നേതാവ് പ്രതിക്കൂട്ടിലാകുന്ന സ്ഥിതിയുണ്ട്. അതിന് ചില കാര്യങ്ങളുണ്ട്. മറ്റു ചില ആരോപണങ്ങൾ കൂടി അണിയറയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. വ്യക്തിപരമായ അന്വേഷണത്തിൽ മനസ്സിലായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം, ഇടതുപക്ഷ ഹാൻഡിലുകളിൽ വലിയ തോതിൽ പ്രചരിക്കപ്പെടുന്ന ആരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ചുവെന്നും ചാനൽ ഉന്നതരും കോൺഗ്രസ് ഉന്നതരും ചേർന്ന് ആ പ്രശ്നം പറഞ്ഞു തീർത്തു എന്നുമാണ് പ്രചാരണം, അല്ലെങ്കിൽ ആരോപണമെന്ന് നമുക്ക് പറയാം. ഈ പറയുന്ന പ്രസ്തുത ആരോപണത്തിൽ എത്രമാത്രം സത്യമുണ്ടെന്ന കാര്യം വ്യക്തമായി അറിയില്ല. കാരണം ആർക്കും പരാതിയില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പരാതിക്കാരിയെയും ഇരയെയും സോഷ്യൽ മീഡിയ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചിലർ ഇടതുപക്ഷ ഹാൻഡിലുകൾ എന്ന പേരിൽ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെയെല്ലാം ഇരുട്ടിൽ നിർത്തി ചില നറേറ്റീവുകൾ അങ്ങ് സൃഷ്ടിക്കുകയാണ്. രാഷ്ട്രീയമായ യുവ നേതാവിനെ നേരിടാൻ ഒന്നിലും പെടാത്ത വനിതാ മാധ്യമ പ്രവർത്തകരെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. ഇതോടെ സംശയമുനയിൽ ഉള്ളയാൾ, ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ജനപ്രതിനിധിയായിട്ടുള്ള ആൾ രക്ഷപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്നതാണ് സത്യം. അതായത് കോൺഗ്രസ് യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ഗുരുതര ആരോപണം അങ്ങ് അടിയിലായി. ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായ വ്യാജ പ്രചാരണങ്ങൾ മാത്രമാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകയെ പോലും വെറുതെ വിടുന്നില്ല. അത് എല്ലാ അതിരുകളും ഭേദിക്കുകയാണ്. ഇതിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യമായാണ് ചില വ്യക്തികൾക്കെതിരെ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കെതിരെ പരാതിയുമായി ഏഷ്യാനെറ്റ് ന്യൂസിനെ പോലെ ഒരു ഇത്രയും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മാധ്യമം രംഗത്ത് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിഷയം വഴിതെറ്റിപ്പോയി എന്ന് തന്നെ പറയാം. ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ, MLAക്കെതിരെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ആരോപണം ഉന്നയിക്കാം. അയാളെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാം. പക്ഷേ അയാളെ നേരിടാൻ മറ്റു പലരെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ധാർമ്മികമായോ രാഷ്ട്രീയമായോ ശരിയായ കാര്യവുമല്ല. യുവ നേതാവിനെതിരെ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ ഈ വിഷയത്തിൽ പരാതി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ കണ്ണിൽ പാലക്കാട് MLA സുരക്ഷിതനാണ്. പക്ഷേ ധാർമ്മികമായി അങ്ങനെ അല്ല എന്ന് പറയേണ്ടി വരും. അതിന് ചില കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ആരോപണം ഉയർന്നതിന് പിന്നാലെ അന്വേഷിച്ചപ്പോൾ നിരവധി സമാന പരാതികളാണ് ഈ ചെറുപ്പക്കാരനായ MLAക്കെതിരെ ഉയർന്നു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊരു ചാനലിലെ മാധ്യമ പ്രവർത്തക, കോൺഗ്രസിന്റെ തന്നെ സംഘടനാ നേതാവിന്റെ മകൾ, ഇങ്ങനെ തുടങ്ങി നിരവധി പരാതികളാണുള്ളത്. വരും ദിവസങ്ങളിൽ അതും മറനീക്കി പുറത്തു വരുമായിരിക്കും, അല്ലെങ്കിൽ ഒതുക്കപ്പെടുമായിരിക്കും. പക്ഷേ അതെല്ലാം വസ്തുതകളാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പറഞ്ഞവരെല്ലാം യുവ നേതാവിനെതിരെയുള്ള പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം പറഞ്ഞ മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചാനൽ അധികൃതർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. VD സതീശനും KC വേണുഗോപാലും ഒക്കെ അവർക്കൊക്കെ എല്ലാം അറിയാമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. മാത്രമല്ല, വ്യക്തിപരമായ സംഭാഷണത്തിൽ എൻ്റെ ചില സുഹൃത്തുക്കളായിട്ടുള്ള വനിതാ മാധ്യമ പ്രവർത്തകരും യുവ MLAക്കെതിരെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും അസമയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അയക്കുമെന്നാണ് അവർ പറയുന്നത്. അതിൽ ലൈംഗിക താല്പര്യമുള്ള ചില മെസ്സേജുകളും ഉണ്ടെന്ന് ഈ വനിതാ മാധ്യമ പ്രവർത്തകർ പറയുന്നു. ഇടതുപക്ഷ അനുഭാവിയായ പ്രേംകുമാർ ഒരു കോൺഗ്രസ് അനുഭാവിയായ വനിത പറഞ്ഞ ചില കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നുണ്ട്. അതിൻ്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്. ഈ ഒരു മഹാനെ പറ്റി ആദ്യമായി നല്ല കാര്യം കേൾക്കുന്നത് 5 കൊല്ലം മുമ്പാണ്. ചെന്നിത്തലയുടെയും ഷാനവാസിൻ്റെയും ഒക്കെ കൂടെ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ കേരളത്തിന് വെളിയിൽ കഴിയുന്ന, അവിടെ നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്ത്രീയാണ്. പ്രതിപക്ഷ ബഹുമാനത്തോടെ സംവദിക്കാറുള്ളതാണ് ഞങ്ങൾ. അവർ പറഞ്ഞ കാര്യമാണ് പ്രേംകുമാർ എഴുതുന്നത്. മഹാൻ നല്ല സ്വഭാവക്കാരനാണ് എന്ന മട്ടിൽ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ കയ്യിൽ തെളിവുകളില്ലാത്ത കാര്യം നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നമ്മൾ എന്തിന് വിശ്വസിക്കണം? പക്ഷേ അവരെന്നോട് പറഞ്ഞ മറുപടി, മാഷേ ഞാനും വിശ്വസിച്ചിരുന്നില്ല, എന്നോടും അവൻ ഇതുപോലെ പറയുന്നത് വരെ എന്നല്ല, പറഞ്ഞതിന് ശേഷവും എനിക്ക് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ അവനെന്ന് ഓർക്കണം. അതുണ്ടാക്കുന്ന ഒരു ഷോക്ക്, അതൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. കിടുങ്ങിപ്പോയ ഞാൻ തിരിച്ചു ചോദിച്ചു, പാർട്ടിയിൽ ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ട് മാഷേ,
VT ബൽറാമിനൊക്കെ ഇതറിയാം. ഇതാണ് പ്രേംകുമാർ എഴുതുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ രാഷ്ട്രീയമായും ധാർമ്മികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിക്കൂട്ടിലാകുന്ന കാര്യങ്ങൾ നിരവധിയുണ്ട്. CPM MLA ആയ PK ശശിക്കെതിരെ ഇതുപോലെ ലൈംഗിക ആരോപണം വന്നപ്പോൾ ധാർമ്മികമായി രാജിവെക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞവരാണ് കോൺഗ്രസ് നേതാക്കൾ. അന്നും പരാതിക്കാരി ഉണ്ടായിരുന്നില്ല, പരാതിയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആ ഇര ആരെന്ന് തിരക്കി കോൺഗ്രസ് അനുകൂല സോഷ്യൽ ഹാൻഡിലുകൾ ഒരുപാട് നടന്നതുമാണ്. CPM അതിൻ്റെ പേരിൽ ഒരുപാട് മാധ്യമ വിചാരണ നേരിട്ടതുമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ ധാർമ്മികവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഇരയെ തേടി നടക്കുകയല്ല ചെയ്യേണ്ടത്. ഇരയെന്ന പേരിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ സൈബർ സ്പേസിൽ അധിക്ഷേപിക്കുകയുമല്ല ചെയ്യേണ്ടത്. ഇരയ്ക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിനുള്ള കാരണക്കാരനെയാണ് നമ്മൾ മുന്നിൽ കൊണ്ടുവരേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ത്രീ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ആ സ്ത്രീ തന്നെയാണ്. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യവും ധൈര്യവും അവർക്ക് വേണം. എന്നാൽ അപ്പുറത്തുള്ള രാഷ്ട്രീയ എതിരാളിയാണെന്നുള്ള കാരണത്താൽ അശ്ലീല പോസ്റ്റുകളും വീഡിയോകളുമായി എത്തി അവരെ, അതായത് ഇരയെ ഭയപ്പെടുത്തുന്ന പണിയാണ് ചില ഇടതുപക്ഷ ഹാൻഡിലുകൾ സത്യത്തിൽ ചെയ്തത്. അവർ പരാതിയുമായി മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതയും അടച്ചു കളയുന്ന പണിയാണ് ഇവർ ഒറ്റ ബുദ്ധിയിൽ ചെയ്യുന്നത്. അതായത് ആ കോൺഗ്രസ് നേതാവിനെ തന്നെ സഹായിക്കുന്ന പണിയാണ് ഇവരെടുക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ അശ്ലീലം കുത്തി നിറയ്ക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വിചാരിക്കുന്നത് ഇതോടെ ആ യുവ നേതാവ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് തീർന്നു പോകുമെന്നാണ്. പക്ഷേ സത്യത്തിൽ ഇതെല്ലാം ആരോപണ വിധേയനുള്ള പിടിവള്ളിയാണ്. ആ വള്ളി ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുമാണ്. അപ്പുറത്ത് ഒരു മാധ്യമ പ്രവർത്തകയാണെന്ന് കേട്ടതോടെ എല്ലാ വനിതാ മാധ്യമ പ്രവർത്തകരെയും ഇതിലേക്ക് വലിച്ചിഴച്ചതും ആരോപണ വിധേയന് ഗുണമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ യുവ നേതാവിനൊപ്പം ഫോട്ടോ എടുത്തവരെയും അയാൾക്കൊപ്പം ടെലിവിഷൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ലക്ഷ്മി പത്മയെ പോലുള്ളവരെയും എല്ലാം ആരോപണ വിധേയനൊപ്പം ചേർത്ത് നിർത്തിയുള്ള പോസ്റ്റുകളും വീഡിയോകളും ഇറക്കിയവർക്ക് കിട്ടുന്ന സന്തോഷം മണ്ടത്തരത്തിൻ്റെ സന്തോഷമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾ അനുഭവിക്കണം. അതിന് നിയമവഴികളുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നിയമവഴിക്ക് പരാതി ഉണ്ടാകണം. ഇതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് പറയുകയാണ് CPM നേതാവ് സുജ സൂസൻ ജോർജ്. അവർ ഫേസ്ബുക്കിൽ കുറിച്ചത് വായിക്കാം. രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് തന്നെ നേരിടുന്നതാണ് ഉചിതമെന്നാണ് സുജ സൂസൻ ജോർജ് പറയുന്നത്. മാധ്യമ പ്രവർത്തകയായ സ്ത്രീകളെ സംശയ നിഴലിൽ നിർത്തുന്നതും അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാനുള്ള അവസരം ഇല്ലാതാക്കുന്നതുമായ രീതിയിലുള്ള ആൺതിമർപ്പുകൾ ആരുടെ ഭാഗത്ത് നിന്നായാലും ഒട്ടും ശരിയല്ല. കപട സദാചാര പ്രഘോഷണം ഒരു പരിഷ്കൃത സമൂഹത്തിന് തീർത്തും ചേർന്നതല്ല. യഥാർത്ഥത്തിൽ എന്തൊക്കെ ആരോപണങ്ങളുണ്ട്? വ്യാജ ID മുതൽ പ്രളയ ഫണ്ട് തട്ടിപ്പ് വരെ. അത്തരം ആരോപണങ്ങളല്ലേ ഗുരുതരമായതും ചെറുക്കപ്പെടേണ്ടതും തുറന്ന് കാട്ടപ്പെടേണ്ടതും. ഒരാൾക്ക് ആരോടെങ്കിലും വ്യക്തിബന്ധമോ പ്രണയബന്ധമോ ലൈംഗിക ബന്ധമോ എന്തുമാകട്ടെ അതിൽ ചൂഷണമുണ്ടെന്ന പരാതിയോ ക്രൈം നിർവചനത്തിന് വരുന്ന അതിക്രമമോ ഇല്ല എങ്കിൽ പൊതുജനത്തിന് അതിലെന്ത് കാര്യം എന്നാണ് സുജ സൂസൻ ജോർജ് ഫേസ്ബുക്കിൽ ചോദിക്കുന്നത്. കൃത്യമായ നിരീക്ഷണമാണ് സുജ സൂസൻ ജോർജ് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നത്. ഹൂ കെയേഴ്സ് എന്നാണ് ഈ ആരോപണങ്ങളോടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതികരണം. ആരോപണ കോലാഹലങ്ങളെ ആ വിധത്തിൽ തള്ളിക്കളയാനാണ് അയാൾ ശ്രമിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അമർഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തുടർച്ചയായ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലാണ് മാങ്കൂട്ടത്തിലിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അതിനിടയിലാണ് പുതിയ ആരോപണം വന്നിരിക്കുന്നത്. രാഹുലിൻ്റെ ഗോഡ് ഫാദർമാർക്ക് ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് കോൺഗ്രസ് പ്രാധാന്യം നൽകുമോ എന്നതാണ് നമ്മൾക്ക് ഇനി അറിയേണ്ടത്. അതോ പരാതി ഇല്ലെന്ന കാര്യം പറഞ്ഞ് ആരോപണങ്ങൾ അമർച്ച ചെയ്യപ്പെടുമോ? വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് ഈ വിഷയങ്ങൾ പോകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റിനായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.